ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ. എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. വർഷങ്ങളായിട്ട് നമ്മൾ ഓട്ടുവിളക്കിൻ്റെ കളർ തന്നെയാണ് കേട്ടോ. അത് നമ്മൾ എടുക്കുന്നില്ലല്ലോ, അവിടെ പെട്ടിയിലാക്കി വർഷങ്ങളായിട്ട് ഇങ്ങനെ മുകളിൽ വെച്ചതായിരുന്നു കേട്ടോ. ആ പിന്നൊക്കെ തട്ടിക്കൊടുന്നതിൻ്റെ ഇടയിലാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതൊന്ന് വെളുപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. എളുപ്പമാണ് കേട്ടോ. ഇങ്ങനത്തെ വിളക്കുകളോ എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ തിളക്കത്തിലാക്കി വെളുപ്പിച്ചെടുക്കാൻ പറ്റും, അധികം മെനക്കെടൊന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ ഞാൻ ഇന്ന് വെളുപ്പിക്കുന്നൊരു വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. കണ്ടോ, നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് ആ കറുത്ത കളറിന് നമ്മൾ എടുത്ത് കഴുകി വെക്കാറൊന്നും ഇല്ല കേട്ടോ. എന്താ വെച്ചാൽ അതിൻ്റെ ആ ഒരു ആവശ്യം വരാറുമില്ല. അപ്പോൾ അത് ആ പെട്ടിയിൽ അങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് പുരാവസ്തുക്കളൊക്കെ എടുത്തൊന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്നറിയോ, ഇതെല്ലാവർക്കും അറിയണമെന്നില്ല. ഇതാണ് ചാക്കണ എന്ന് പറയട്ടോ. ഇതിനൊരു കടങ്കഥ ഉണ്ട്. 1000 കിളി പറന്നു വരുമ്പോൾ ആശാരി ചെക്കൻ തടുത്ത് വെച്ചു എന്ന് പറഞ്ഞിട്ട്. ഇത് ചോറ് വാറ്റിക്കുത്തുന്ന ചാക്കണയാണ് കേട്ടോ. അപ്പോൾ ചോറ് വാറ്റിക്കുത്തൽ എങ്ങനെയെന്ന് വെച്ചാൽ ഇത് നമ്മൾ പണ്ടൊക്കെ മൺകലത്തിലല്ലേ ചോറ് വെക്കുക. അപ്പോൾ അതിൻ്റെ മേലെ ഇത് അടച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് വാർത്ത് ഇങ്ങനെ കുത്തിനെ വെക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഇതാണ് ഇടങ്ങഴി. ഇത് പിന്നെ നാഴി, ഇടങ്ങഴി, പറ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ നാഴിൻ്റെയും പറയുടെയും ഇടയിലുള്ള സാധനമാണ് ഇടങ്ങഴി കേട്ടോ. അപ്പോൾ നമ്മളത് ഇങ്ങനെയാണ് ചോറ് വാർക്കൽ. അപ്പോൾ അതാണ് 1000 കിളി പറന്ന് വരുമ്പോൾ ചോറൊന്നായിട്ട് അങ്ങോട്ട് തള്ളി വരികയാണല്ലേ ചെയ്യുക അല്ലേ. അപ്പോൾ ആശാരി ചെക്കൻ തടുത്ത് വെച്ചെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഈ ചാക്കണയാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. അപ്പോൾ ആ ചാക്കണയാണ് ഇതേ. മക്കളൊക്കെ പണ്ടൊക്കെ സ്കൂളിൽ ശാസ്ത്രമേളൊക്കെ ഉണ്ടാകുമ്പോൾ അത് കൊണ്ടുപോകാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അങ്ങനെ അട്ടത്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ എടുക്കുന്നത് സെബീന പൗഡറാണ്. ഇത് കഴിഞ്ഞ വർഷം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ, സെബീന പൊടി. അപ്പം ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ചെമ്പിൻ്റെ സാധനങ്ങളൊക്കെ വെളുപ്പിച്ചപ്പോൾ നല്ല നിറം വെക്കും കേട്ടോ. നമുക്ക് സിങ്കിൻ്റെ അവിടെ പൈപ്പിൻ്റെ അടുത്തൊക്കെ ഉരക്കാനൊക്കെ നല്ല സുഖമാണ്. അത് അധികം മെനക്കെടില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ അങ്ങ് ഉരച്ചെടുത്താൽ അതൊന്ന് ഉരച്ച് കുറച്ച് സമയം അങ്ങനെ വെച്ചിട്ട് പിന്നെയും ഒന്നും കൂടി അങ്ങ് ഉരച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് വെളുത്ത് കിട്ടുകയും ചെയ്തു. ഞാൻ ആദ്യം ഇതിൻ്റെ ആ സൈഡിലൊന്ന് ഉരച്ച് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല വെളുപ്പ് കണ്ടേ. അപ്പം കരുതി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. വെളുക്കുമെന്ന് ആദ്യം ഒരു ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല, എത്രയും വെളുത്ത് കിട്ടുമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു സൈഡ് മെല്ലെ സെബീന പോട്ടിട്ടിങ്ങനെ ഉരച്ച് നോക്കി. അപ്പം നല്ല നിറയി വരുന്നുണ്ട്. അപ്പം ഞാനിതേ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഒരു ബ്രഷ് എടുത്തായിട്ട് ഉരച്ചാലും മതി കേട്ടോ. ഈ കമ്പി തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ അതേ ഫസ്റ്റ് നമ്മൾ ആദ്യം രണ്ടും കൂടി അങ്ങ് വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് കഴുകി നോക്കാം കേട്ടോ. എത്രത്തോളം വെളുത്തെന്ന് നോക്കാം. നല്ലതുപോലെ നല്ല തിളക്കായി വന്നിട്ടുണ്ട് അല്ലേ. ഈ ഒരു തിളക്കം തന്നെ. പിന്നെ ഒന്നും കൂടി ബ്രഷ് ഇട്ട് വരച്ചപ്പോൾ പിന്നെ വെളുത്തിട്ടൊന്നുമില്ല കേട്ടോ. ആ ഒരു വെളുപ്പ് തന്നെയാണ് ആയി കിട്ടിയിട്ടുള്ളത്. പിന്നെ അത് ഒരു ബ്രഷ് എടുത്താണ് ഉരച്ചു. പിന്നെ ഇടയിലൊക്കെ ഇതിന് ചാലിലൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ നമ്മളങ്ങനെ ഓരോ കൈ കൊണ്ട് ഉരക്കുമ്പോൾ ഒരെത്തൂലല്ലേ, അത് ബ്രഷ് കൊണ്ട് കുത്തിയിട്ട് അങ്ങനെ ഉരച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ തന്നെ സത്യം പറയുകയാണെങ്കിൽ അത്ഭുതപ്പെട്ടു പോയിട്ടോ. ഇത്രയൊക്കെ വെളുത്ത് കിട്ടുമോ ഇത്രയും ചെറിയൊരു സാധനം കൊണ്ട്. നമ്മൾ പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് ഓർമ്മ, എൻ്റെ വീട്ടിലൊക്കെ ഈ ഇത് തന്നെയായിരുന്നു കേട്ടോ, സെബീന പൊടി വെച്ചിട്ട് ഈ പാത്രമൊക്കെ
എല്ലാ പാത്രങ്ങളും കഴുകിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് ഇങ്ങനെ ഉണ്ടോ എന്നുള്ള ഒരു അത്ഭുതമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത്രയും നിറം വെക്കും എന്നുള്ളതൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഒരു അത്ഭുതപ്പെടുത്തി കേട്ടോ. വീട്ടിൽ ഞാൻ ചെറിയ ചെറിയ ഓരോ സംഗതി സിങ്കിൻ്റെ അവിടെ ഒരുക്കാൻ ഇതിനൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ ഇത് ഇത്രയും വെളുത്ത് കിട്ടുന്നുള്ളത് അറിയില്ലായിരുന്നു കേട്ടോ. നല്ലതുപോലെ കഴുകി ഇതേ ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് വെയിലത്ത് വെച്ചിട്ട്. അപ്പോൾ അതേ എൻ്റെ ഇടങ്ങായും പിന്നെ ഇതും എന്താണ് ചാക്കണ എന്നാണ് പറ്റീന്ന് പറയല് കേട്ടോ. ഈ ചോറ് വാർക്കുന്നതിന് ഇപ്പം അങ്ങനെ ചോറ് വാർക്കുന്ന സംവിധാനം ഒന്നും വളരെയൊക്കെ വാർക്കൽ തന്നെയാണ്. അത് ചെമ്പിൽ വെച്ച് അതിൻ്റെ വാർക്കുന്ന പാത്രത്തിൽ വെച്ചിട്ടാണ് നമ്മൾ വാർക്കുക അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ടൊന്നും വാർക്കാറില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ കുത്തി വെച്ചിട്ടായിരുന്നു വാർക്കാറുണ്ടായിരുന്നത് പണ്ടേ. മക്കളൊക്കെ പണ്ട് സ്കൂളിലൊക്കെ ശാസ്ത്രമേളൊക്കെ കൊണ്ടുപോകാറുണ്ടായിരുന്നു കേട്ടോ. ശാസ്ത്രമേള ഉള്ള സമയത്തൊക്കെ അവിടെ ടീച്ചേഴ്സിന് തന്നെ അറിയാറുണ്ടായിരുന്നില്ല കേട്ടോ ഇതെന്താന്നുള്ളത്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.